പശ്ചിമേഷ്യ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ചെലവ് ചുരുക്കുന്നതിന് വഴികൾ ആലോചിച്ച് എയർ ഇന്ത്യ. ഗുരുഗ്രാമിലെ ആസ്ഥാനത്ത് വ്യാഴാഴ്ച നടന്ന ബോർഡ് യോഗത്തിൽ ഇതിനുള്ള നിർദ്ദേശങ്ങൾ ധാരണയായെന്നാണ് വിവരം. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കാരണം ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള വിമാന കമ്പനികൾ നിരവധി പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഇത് പ്രവർത്തന ചെലവ് ഗണ്യമായി വർദ്ധിച്ചു. പ്രവർത്തനങ്ങൾ ആധുനികവൽക്കരണപ്പെടുന്നതിനും ലാഭക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള പുതിയ പദ്ധതികളിൽ തീരുമാനമായിട്ടുണ്ട്. വ്യോമമേഖലയിലെ നിയന്ത്രണങ്ങളും വർദ്ധിച്ചുവരുന്ന ജെറ്റ് ഇന്ധന വിലയും നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന എയർലൈൻമേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. സംഘർഷം മൂലമുണ്ടായ തടസ്സങ്ങൾ ലോകമെമ്പാടുമുള്ള വിമാന സർവീസുകളെ ബാധിക്കുകയും ഇന്ധന ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികളെയാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചത്. നിലവിലെ സ്ഥിതി തുടർന്നാൽ അടുത്ത 3 മാസത്തേക്ക് സർവീസുകൾ 20% വരെ വെട്ടിക്കുറയ്ക്കാനും ജീവനക്കാരെ ശമ്പളമില്ലാത്ത അവധിയിൽ വിടുന്നതിനും ധാരണയായതായി റിപ്പോർട്ടുണ്ട്. നോൺ ടെക്നിക്കൽ ജീവനക്കാരെയും ഇത്തരത്തിൽ നിർബന്ധിത അവധിയിൽ വിടുക. ഗുരുഗ്രാമിലെ ആസ്ഥാനത്ത് വ്യാഴാഴ്ച നടന്ന ബോർഡ് യോഗത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളാണിത്. അനാവശ്യ ചെലവുകൾ കുറയ്ക്കുന്നതിനും പ്രവർത്തനക്ഷമത മെച്ചപ്പെടുന്നതിനും ലേസർ ഷാർപ്പ് ഫോക്കസ് നിലനിർത്താൻ എയർ ഇന്ത്യ സിഇഒ കാമ്പൽ വിൽസൺ ജീവനക്കാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ദുഷ്കരമായ സമയത്തിൽ ചെലവുകൾ നിരന്തരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് വിവേചനാധികാര ചെലവുകൾ താൽക്കാലികമായി നിർത്തിവെക്കാനും സാധ്യമാകുന്നിടത്തെല്ലാം നിരക്കുകൾ വീണ്ടും ചർച്ച ചെയ്യാനും നിർണായകമല്ലാത്ത ചെലവുകൾ മാറ്റിവെക്കാനും വിൽസൺ ജീവനക്കാരോട് അഭ്യർത്ഥിച്ചു. ജീവനക്കാർക്കുള്ള ബോണസ് കുറയ്ക്കാനും ശമ്പളം വെട്ടിക്കുറയ്ക്കാനുമാണ് മറ്റൊരു നിർദ്ദേശം. സാങ്കേതിക ജീവനക്കാരെ താൽക്കാലികമായി പിരിച്ചുവിടാനും വൈസ് പ്രസിഡന്റ് റാങ്കിന് മുകളിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കാനും ബോർഡിന്റെ പരിഗണനയിലുണ്ട്. വരും മാസങ്ങളിൽ സാഹചര്യം മെച്ചപ്പെട്ടില്ലെങ്കിൽ സർവീസുകളിൽ വലിയ തോതിലുള്ള കുറവ് വരുത്താനാണ് അധികൃതരുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.